എനിക്ക് ഞാൻ എന്തൊക്കെയോ ആയിട്ടുണ്ട്, ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. പക്ഷെ ഞാൻ പറയാണ്, എനിക്ക് ഈ ദേഷ്യം എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ടു ബി ഫ്രാങ്ക്. ആരുടെ? ബേബിന്റെ ഈ ദേഷ്യം. പാർട്ടിയിൽ ഗ്രൂപ്പ് വഴക്ക് തുടങ്ങിയോ? ആക്റ്റീവായി ആവാന്ന് പറഞ്ഞാല് നമ്മളെപ്പോഴും ഓൾ ദ ടൈം ദേഷ്യമല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണ നീ എന്നെ പറയുന്നില്ലേ? ഞാൻ ആക്റ്റീവ് ആവണമെന്ന് മനസ്സിൽ പ്രൊജക്ട് ഇവിടുത്തെ ആൾക്കാർ ഫേക്ക് ആയിട്ട് ഓരോന്ന് കാണിക്കുന്നോട്ട് അങ്ങനെ ചെയ്തതല്ല. ബേബി അത് കണ്ട് ബേബി അങ്ങനെ ആയിണ്ടാവും. അതായിരിക്കും ബേബിക്ക് ഞാൻ അങ്ങനെ ആയെന്ന് തോന്നുന്നത്. എന്തായിരുന്നു ഒരു കാലത്ത് രണ്ടാളുടെ സ്നേഹം? ഈച്ചയും ചക്കരയും പോലെ അല്ലായിരുന്നോ? ഒരു പായിൽ ഉറങ്ങി ഒരു പാത്രത്തിലുണ്ട്. എല്ലാ കാര്യത്തിനും ദേഷ്യപ്പെടുക, ദേഷ്യമായിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. അയാൾ എന്താണ് അനുസരിപ്പിച്ചത് ബേബിനെ? പാത്രം കഴുകുന്ന കാര്യം അനുസരിപ്പിക്കാൻ നോക്കി, നടന്നിട്ടില്ല. അത് ബേബിക്കും എല്ലാവർക്കും അതായിരിക്കും വേണ്ടത്, നടന്നിട്ടില്ല. അതെൻ്റെത്. എനിക്ക് ഒന്നും വേണ്ട, നിന്നെ എന്നിങ്ങനെ ജീവനോടെ കണ്ടാൽ മതി. നാട്ടിൽ ചന്തപ്പാലത്തിനടി ഇതുപോലത്തെ ഒരു പെമ്പർനാത്തിയുണ്ട്. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെകളിച്ച വർത്താനേ പറയും. എനിക്കതാ വേണ്ടിയതെന്നോ അനുസരിച്ച് മിണ്ടാണ്ട് എനിക്ക് ഇത്രയും നാളെന്റെ കൂടെ നിന്നിട്ടല്ല മനസ്സിലാക്കാനുള്ള കഴിവും കൂടി ഞാൻ അങ്ങനെ ചോദിക്കും. എനിക്കിപ്പോ തന്നെ ശരിക്കും മനസ്സിലായി, നമ്മൾ തമ്മിൽ സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടാ. നമ്മൾ തമ്മിൽ ശരിയാവില്ല. നമുക്ക് പിരിയാം. അതാ നല്ലത്. മോളെ ഇപ്പൊ പറഞ്ഞതിൽ തന്നെ എവിഡന്റ് ആണ് അത്. അത് ഞാൻ അങ്ങോട്ടാ ചോദിക്കേണ്ടത്, അത് ഞാൻ ആലോചിക്കാറുണ്ട്. സോ ഷട്ട് യുവർ മൗത്ത്, അത്രേ ഉള്ളൂ. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് വയ്യ, ഉള്ളിൽ എന്തോ നെഞ്ചരിച്ചിൽ പോലെ അനുഭവിക്കുന്നത് ഞാൻ നെഞ്ചരിച്ചിൽ വേവിക്കും അല്ലേ? യു ടു ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവാ. കാര്യം എന്താന്നുള്ളത് ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ പ്രവർത്തിച്ചു. എപ്പോഴും അതായിരിക്കും നല്ലത്. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ ബേബിമോളെ? എനിക്ക് തോന്നിയ കാര്യം ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതല്ലേ മനസ്സിലാക്കുന്നില്ല. എന്നാ പിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെങ്കിലും ഒരാളെ മനസ്സിലാക്കണം. നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? വാശിയൊന്നുമല്ല സർ, ഈഗോ. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. സ്ലീവ് നനക്കണ്ട. സ്ലീവ് നനയുന്ന കുഴപ്പമില്ലെന്ന് മാറിക്ക്. ഞാൻ കേൾക്കട്ടെ, മാറി. എന്തൊരു കുരിശാടാ ഇത്? റിവെഞ്ച് എടുക്കരുത്. റിവെഞ്ച് തന്നെ എടുക്കേണ്ടടുത്തില്ല, റിവെഞ്ചേ എടുക്കുള്ളൂ. ഒന്നും പറ്റിയില്ലല്ലോ. ഇനി പറ്റിയാൽ ഇയാക്കല്ല എന്നാണോ? അയ്യോ